പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ കഥയിൽ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കഥ ആരംഭിക്കാം. അപ്പോഴാണ് മറ്റൊരേടാകൂടം അരുന്ധതി ടീച്ചറെ തേടി വന്നത്. അവർ താമസിക്കുന്ന വാടക വീടിന്റെ ഉടമസ്ഥൻ ആ വീടും സ്ഥലവും അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നിപ്പോ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഈ 3 കുട്ടികളെയും കൊണ്ട് ഞാൻ എവിടേക്കാ പോവുക? അവൾ ആവലാതിപ്പെട്ടു. പെട്ടെന്നൊരു നല്ല ആലോചന വന്നതുകൊണ്ട് എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചു ടീച്ചറെ. പയ്യന്റെ ആളുകൾക്ക് ഉടനെ നടത്തണമെന്നുണ്ട്. ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പണത്തിന് ഇത് വിൽക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ടീച്ചർക്ക് വേണേച്ചാ ഇതങ്ങ് വാങ്ങാം. അത്യാവശ്യ വിൽപ്പന ആയതുകൊണ്ട് അല്പസ്വല്പം വില കുറയ്ക്കാനും ഞാൻ തയ്യാറാ. ആശയില്ലാതില്ല. അരുന്ധതിയുടെ സ്വരത്തിന് മാർദ്ദവം വന്നു. ഇത് സ്വന്തമായി വാങ്ങിയാൽ സ്കൂളിലേക്ക് പോവാൻ എനിക്ക് എളുപ്പമാ. പക്ഷെ 20 സെന്റ് ഇല്ലേ ഇത്? വീടും തെറ്റില്ല. എത്ര കുറച്ചാലും നിങ്ങൾ പറയണ വില എനിക്ക് തരാനാവുമെന്ന് തോന്നണില്ല. മായന്നൂർ കുടുംബജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെറും 10 സെന്റാ. അത് വിറ്റാലും നിങ്ങൾ പറയണ തുക എനിക്ക് തരാനാവുമോ? മായന്നൂരൊക്കെ റോഡ് സൈഡിൽ നല്ല വിലയില്ലേ? ടീച്ചർക്ക് എന്ത് തരാനാവുമെന്ന് ആലോചിച്ച് പറയൂ. പിറ്റേന്ന് തന്നെ അവൾ മായന്നൂര് പോയി ഏട്ടനെ കണ്ടു. എന്തിനാ ഇവിടുത്തെ സ്ഥലം വിൽക്കണത്? സുഭാഷ് അനിയത്തെ നിരുത്സാഹപ്പെടുത്തി. ഇത് സുരക്ഷിതമായി ഇവിടെ കിടക്കല്ലേ? 10 ആണ്ട് കഴിഞ്ഞാലും വില കൂടുകയല്ലേ ഉള്ളൂ. കുട്ടി ആ അകലൂരെ 10 സെന്റ് വിൽക്കാൻ നോക്ക്. ആ പട്ടിക്കാട്ടിലെ 10 സെന്റ് വിറ്റാൽ വീട്ടുടമ ചോദിക്കുന്ന പണം കൊടുക്കാനാവില്ല ഏട്ടാ. ആര് പറഞ്ഞു? 10 സെന്റേ ഉള്ളുവെങ്കിലും ടാർ റോഡ് സൈഡാ. സമചതുരമായ 10 സെന്റുമാ. കായ്ച്ചു കൂടിയ നല്ല 1-ാം തരം തൈത്തെങ്ങുകൾ, പറ്റാത്ത കിണർ, കിഴക്കോട്ട് നീരൊഴുക്കുന്ന ലക്ഷണമൊത്ത ഭൂമി, സൂര്യപ്രകാശം തടസ്സമില്ലാതെ വീഴുന്ന മണ്ണ്. വീട് പണിയണം എന്നുള്ളൊരു മോഹവില തരും. ഞാൻ ഇടപെടാക്കി തരാം. ഒന്ന് ആലോചിച്ചിട്ട് അരുന്ധതി സമ്മതിച്ചു. ഒരാഴ്ച കൊണ്ട് മോഹവിലയുമായി ഒരാൾ അഡ്വാൻസ് നൽകാനെത്തി. അപ്പോഴേക്കും അവൾ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥനും വില അറിയിച്ചു. അകലൂരെ 10 സെന്റ് കൊടുത്താൽ താൻ താമസിക്കുന്ന വീടും സ്ഥലവും വാങ്ങിയ ശേഷം ഒരു 10,000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കാനാവുമെന്ന് അരുന്ധതിക്ക് മനസ്സിലായി. സന്തോഷം കൊണ്ട് അവൾക്ക് വീർപ്പുമുട്ടി. കുട്ടികളുടെ അച്ഛൻ പോയിട്ട് 6 മാസം പൂർത്തിയായിട്ടില്ല. പോയതെത്ര നന്നായി എന്നാണ് അരുന്ധതി ഓർത്തത്. സ്ഥലം അളക്കാൻ അവൾ ആളുകളുമായി ചെന്നപ്പോഴാണ് ദേവകി വിവരമറിഞ്ഞത്. ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു വഴി തരാമെന്ന് ഏട്ടൻ സമ്മതിച്ചിരുന്നു. അവൾ കരഞ്ഞു. വണ്ടി പോകാനുള്ള വഴിയല്ലേ വേണ്ടത്? അരുന്ധതി ചോദിച്ചു. അതിന് ഈ 10-ന്ന് 3 സെന്റെങ്കിലും തരേണ്ടി വരും. അത് തന്നാൽ ഈ സ്ഥലത്തിന്റെ ഷേപ്പ് അങ്ങ് പോകും. വാങ്ങാൻ വന്നയാൾ തിരിച്ചു പോകും. അതുകൊണ്ട് അമ്മയും മകനും പിന്നാലെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നാ മതി. അതിമോഹമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞോളുക. ദേവകി വാവിട്ട് കരഞ്ഞപ്പോൾ അവൾ പോയി കാറിൽ കടന്നിരുന്നു. വാതിൽ വലിച്ചടച്ചു. സ്കൂളിലെ സഹാധ്യാപകർ മൂക്കിൽ വിരൽ ചേർത്തു. നാരായണൻ മാഷ് പോയതോടെ അരുന്ധതി ടീച്ചറുടെ ഭാഗ്യം തെളിഞ്ഞുല്ലോ. ഇപ്പം സ്വന്തം വീട്ടിൽ നിന്നാ ആള് സ്കൂളിൽ വരേണ്ടത്. വീടൊക്കെ പെയിന്റ് ചെയ്തു ജോറാക്കി. ഇല്ലങ്ങളുടെ മാതിരി ഗേറ്റിനരികിൽ ഒരു പഠിപ്പുരയും പണിതു. ഇപ്പോ തോന്നണത് നാരായണൻ മാഷായിരുന്നു അവരുടെ ജീവിതത്തിലെ ശാപം എന്നാ. പറഞ്ഞത് ചെറുപ്പക്കാരനായ രാമനാഥൻ മാഷായിരുന്നു. ഉറപ്പിച്ചു പറയാനായിട്ടില്ല മാഷേ, ഹെഡ്മിസ്ട്രസ് സാറാ ടീച്ചർ അറിയിച്ചു. പാപിയെ പന പോലെ വളർത്തുന്ന ബൈബിളിൽ. നമുക്ക് കാത്തിരുന്ന് കാണാം. 15 വർഷങ്ങൾ കഴിഞ്ഞു. സാറാ ടീച്ചർ റിട്ടയർ ചെയ്ത് സ്കൂളിനടുത്തുള്ള വീട് വിറ്റ് സ്വന്തം നാടായ പാലായിലേക്ക് മടങ്ങി. അരുന്ധതി റിട്ടയർമെന്റ് ഏജിനോട് വളരെ അടുത്തു. താമസിക്കുന്ന വീട് 2 നില മാളികയാക്കി. ബ്ലേഡിലൂടെ സമ്പാദിച്ച പണം ബാങ്കിൽ കിടന്ന് ലക്ഷങ്ങളായി. കുട്ടികൾ മൂവരും വളർന്നു വലുതായി. ദേവൻ 25-ലും ഹരി 23-ലും ജാനകി 20-ലും എത്തി. ടീച്ചർ പക്ഷെ അസംതൃപ്തയായിരുന്നു. ഹരി MBBS അവസാന വർഷമാണെങ്കിലും ജാനകി വെറും ഡിഗ്രിക്കായതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ +2 പൂർത്തിയാക്കാതെ ദേവൻ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറിയതായിരുന്നു അവൾക്ക് ഏറ്റവും ആത്മനിന്ദ. ഗ്രീസും കരിയും പുരണ്ട വസ്ത്രത്തോടെ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പല കുറി ആഞ്ഞിട്ടുണ്ട്. അച്ഛനെ പോലെ വല്ല വഴിക്കും പോയി ജീവൻ കളയണ്ടെന്ന് നിരീക്ഷിച്ച് ക്ഷമിക്കും. കൂട്ടിയ കൈകൊണ്ട് എങ്ങനെയാ ഉദകം ചെയ്യുന്നത്? അന്ന് അരുന്ധതിയുടെ പിറന്നാളായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഹരി എത്തിയിട്ടുണ്ട്.
ഹരിയെയും ജാനകിയെയും കൂട്ടി വൈകിട്ട് വില്വാദ്രിനാഥനെ തൊഴണമെന്ന് തീരുമാനിച്ചതാണ്. ആ സമയത്ത് ദേവൻ കൂടി എത്തിയപ്പോൾ തീരുമാനം തിരുത്തി. ഞാൻ വരണില്ല, നിങ്ങൾ മൂവരും പൊയ്ക്കോളൂ. തൊഴുതു പ്രദക്ഷിണം വെച്ചു വരുമ്പോഴാണ് ഹരി നേരിയതെടുത്ത് എതിരെ വന്ന ആ പെൺകുട്ടിയെ കണ്ടത്. പടികളിറങ്ങുന്ന ഏട്ടനോടും അനിയത്തിയോടും ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു. ഷർട്ടൂരി ഹരി അകത്തെത്തിയപ്പോൾ അവിടെങ്ങും ആ പെൺകുട്ടിയെ കാണാനില്ല. ലക്ഷ്മണന്റെ നടയിൽ നിന്ന് അവൾ ശ്രീരാമന്റെ നടയിലേക്ക് പോയിരിക്കുമോ എന്നവന് സംശയമുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ ചുരിദാർ ധരിച്ച 2 യുവതികളും ഒരു വൃദ്ധയുമേ സ്ത്രീകളായി നടക്കലുള്ളൂ. വൃദ്ധകൾ പോലും ചുരിദാർ ധരിച്ച് നടക്കുന്ന കാലത്ത് നേരിയ തൊടുത്ത 18-ലധികം പ്രായമില്ലാത്ത ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമില്ലായിരുന്നു. എന്നിട്ട് എങ്ങോട്ടാണാവോ മാഞ്ഞു കളഞ്ഞത്? ഒരുപക്ഷെ ഹനുമാന്റെ നടക്കലേക്ക് പാഞ്ഞിരിക്കുമോ? ശ്രീരാമ ഭക്തരിൽ അധികവും ഹനുമാൻ ഭക്തരുമാണ്. ഹരി പെട്ടെന്ന് തിരിഞ്ഞു പുറത്തു കിടക്കാനായി ഓടി. എങ്ങടാണോ ഈ വെപ്രാളത്തിൽ പാഞ്ഞു പറിച്ച്? പഴയ സഹപാഠിയായ ഉണ്ണികൃഷ്ണൻ അവനെ കടന്നു പിടിച്ചു. ഭഗവാനെ തൊഴാൻ വന്നിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതെ മറ്റാരെയോ തേടി പായും പോലെ. ഹരി കിതപ്പിൽ നിന്നു. അതേ, ഭഗവാനെ തൊഴുതിട്ട് ഞാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഒരാൾ അകത്തേക്ക് പോർണത് കണ്ടത്. ആരാ? ഞാനല്ലല്ലോ. ആണോ? അല്ല. അവൻ ചിരിച്ചു. ഉണ്ണിയുടെ അടുത്ത് സത്യം പറയണോ എന്നാലോചിച്ച് +2 വരെ ഒരുമിച്ച് പഠിച്ചവനാണ്. പിന്നെ അവൻ ഐറ്റേക്ക് പോയി. പാവമാണ്. ഇവന്റെ അടുത്ത് പറഞ്ഞാൽ ആ സുന്ദരി ആരാണെന്ന് മനസ്സിലാക്കാം. മുമ്പും ഒരിക്കൽ ഇവിടെ വെച്ച് കണ്ടതാണ്. അന്നും ഒരു നിമിഷം കൊണ്ട് കൺവട്ടത്ത് നിന്ന് മാഞ്ഞു കളഞ്ഞു. അമ്പലവാസി ആയതുകൊണ്ട് ഉണ്ണിക്ക് ഈ പരിസരത്തുള്ളവരെ അറിയാൻ കഴിയും. നീ ഒന്നിങ്ങോട്ട് വന്നേ. തോളത്ത് കൈയിട്ടുകൊണ്ട് ഹരി സുഹൃത്തിനെ നടക്കൽ നിന്ന് മാറ്റി നിർത്തി. ഒരു പെൺകുട്ടിയെ കണ്ടാ ഞാൻ അകത്തേക്ക് വന്നത്. പെൺകുട്ടിയോ? ഉണ്ണി വായ പൊളിച്ചു. അത്തരം വീക്ക്നെസ് ഒക്കെ ഉണ്ടോ തനിക്ക്? ശ്രീകോവിലിനകത്തിരിക്കുന്ന ആളിന്റെ അടുത്ത് വേല ഇറക്കല്ലേ. ഒടിയന്റെ അടുത്ത് മായം മറിയണ്ടെന്ന് കേട്ടിട്ടില്ലേ? മായം മറിയലൊന്നും ഇല്ലടോ. അവൻ ശബ്ദം താഴ്ത്തി. മുമ്പൊരിക്കൽ എന്റെ പിറന്നാളിന്റെ അന്ന് വന്നപ്പോൾ ഞാൻ അതിനെ ഇവിടെ വെച്ചൊരു നോക്ക് കണ്ടു. സത്യം പറയാലോ, ഏത് ആൺകുട്ടികൾ കണ്ടാലും ഒരു നോക്ക് കൂടി നോക്കി പോകുന്നൊരു സുന്ദരി കുട്ടി. നീയൊന്നും ആ കൂട്ടത്തിലല്ലാത്ത ആരുടെ കുറ്റം? ഉണ്ണി ചിരിയിൽ തലകുലുക്കി. ഇന്നിപ്പോ വീണ്ടും കണ്ടു. ആ കുട്ടി ആരാണെന്നറിയാൻ അടക്കാൻ കഴിയാത്ത ഒരു ആകാംക്ഷ. കോഴിക്കോട്ടുനിന്ന് എപ്പോഴും ഇവിടെ വരാൻ കഴിയില്ലല്ലോ. കക്ഷി ആരാന്നെന്ന് അറിഞ്ഞാൽ മതി. ഞാനച്ചാ ആണ്ടിലൊരിക്കലല്ലേ ഈ വഴി വരൂ. എന്റെ മൂത്താളില്ലേ ദേവൻ, അയാൾ ഇവിടുത്തെ അട്ടിപ്പേറാണ്. അത് ശരിയാ. കുളിച്ച് വില്ലാദ്രിനാഥനെ തൊഴാതെ ദേവൻ ജലപാനം ചെയ്യില്ല. ദേവസ്തുതി മതി. ഞാൻ ആ കുട്ടിയൊന്ന് കണ്ടുപിടിക്കട്ടെ. ഹരി വീണ്ടും പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അതോടെ ഉണ്ണി പിന്നെയും ആ കൈത്തണ്ടയിൽ പിടിയിട്ടു. കുട്ടി ഏതാടൂ? ഈ പരിസരത്തുള്ള സർവ്വ കുട്ടികളെയും എനിക്കറിയാം, ഇവിടെ തൊഴാൻ വരുന്നവരെ പ്രത്യേകിച്ചു. ഇന്നിപ്പോ ഇവിടെ ആര് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം ലിസ്റ്റ് എന്റെ പോക്കറ്റിലുണ്ട്. നീ പറയണത് നീണ്ട മുടിയുള്ള വലിയ കണ്ണുകളുള്ള കറുത്ത കര നേരിയതും ചുറ്റി നടക്കുന്ന പഴയ മഞ്ജുവാര്യരെ പോലുള്ള ഒരു കുട്ടിയാണോ? അവന്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി ഒളിഞ്ഞു. പറയടാ ഹരി, ഉണ്ണി കെഞ്ചി. നീ പറഞ്ഞത് തന്നെ. എങ്കിലേ അത് നമ്പൂതിരിക്കുട്ടിയൊന്നും അല്ല മോനെ. പണ്ടൊരു രാമപിഷാരടി ഉണ്ടായിരുന്നു, അറിയാമോ? ഹരി ആലോചിച്ചു. പിന്നെ തലയാട്ടി. അറിയാം. കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം വരുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈയിടെ ഒന്നും കണ്ടിട്ടില്ല. ഈയിടെ എങ്ങനെയാ കാണുന്നത്? ആ പാവ മരിച്ചിട്ട് 10 ആണ്ടെങ്കിലും ആയിട്ടുണ്ടാവും. ആ രാമപിഷാരുടെ പേരക്കുട്ടിയായത്. മുത്തശ്ശനും ഇല്ല, അച്ഛനും ഇല്ല, അമ്മ മാത്രം. എന്താ അതിന്റെ പേര്? പേരൊന്നും അറിയില്ല കുട്ടാ. ഉണ്ണി മുഖം ചലിപ്പിച്ചു. താൻ വലിയ MBBS കാരൻ. ഇതാച്ചാ മാല കെട്ടി ജീവിക്കുന്ന ഒരു സാധു കുട്ടിയാ. ആശ കൊടുത്ത് ഇയാള് പറ്റിച്ചാലേ എനിക്കൂടി കിട്ടും ശാപം. താൻ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ആദ്യം കണ്ടപ്പോഴേ എന്റെ മൊബൈൽ ഞാൻ ആ പടം എടുത്തിരുന്നു. ഇപ്പോ എങ്ങോട്ട് മാഞ്ഞു എന്നാ അറിയാത്തത്. തന്നെ കൊണ്ട് മാഞ്ഞതൊന്നും അല്ലടോ. അതിന്റെ കയ്യിലൊരു പൂവട്ടി കണ്ടില്ലേ? ഭഗവാനുള്ള മാലയുമായി വന്നതാ കുട്ടി. അത് ചുമതലപ്പെട്ടവരെ ഏൽപ്പിക്കാനായി ഓടിയതാവും. സന്ധ്യ ആവാറായതുകൊണ്ട് മാലകൾ ഏൽപ്പിച്ചിട്ട് മടങ്ങിയിട്ടുണ്ടാവും. 2 നിമിഷം മുമ്പ് മിന്നൽ പോലെ ഞാനും ഒന്ന് കണ്ടതാ. അവൻ തിടുക്കത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ഉണ്ണി അങ്ങനെ പറഞ്ഞുവെങ്കിലും പരിസരത്ത് ഒന്നുകൂടി ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഹരി പടികളിറങ്ങി ദേവന്റെയും ജാനകിയുടെ അരികിലെത്തിയത്. തങ്ങൾ വന്ന കാറിനകത്തായിരുന്നു അവർ 2 പേരും. ഹരി മെഡിക്കൽ കോളേജ് ചേർന്നതിന് ശേഷമായിരുന്നു അരുന്ധതി ടീച്ചർ ആ പഴയ മാരുതി 800 AC വാങ്ങിയത്.
മകനെ കാണാൻ മെഡിക്കൽ കോളേജിൽ പോണത് സ്വന്തം വണ്ടിയിലായിരിക്കണമെന്ന് ടീച്ചർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദേവനാണ് വണ്ടി ഓടിക്കുക. ഹരിയും വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിലും ലൈസൻസ് കിട്ടിയിട്ടില്ല. ടീച്ചറും ദേവനും തനിച്ചാണെങ്കിൽ AC ഉപയോഗിച്ചുകൂടാന്ന് നിബന്ധനയുണ്ട്. ഗ്ലാസ് താഴ്ത്തി വെച്ച് മുഖത്ത് കറുത്ത കണ്ണട ധരിച്ച് അരുന്ധതി ഒരു അരികിൽ തല ഉയർത്തിപ്പിടിച്ചങ്ങനെ ഇരിക്കും. ഹരി വണ്ടിയിലുണ്ടെങ്കിൽ ഫുൾ ടൈം AC ഇടണമെന്നതും നിയമമാണ്. നീ എവിടെ പോയതാ ഹരി? തിരിച്ചെത്തി അനിയനോട് ദേവൻ തിരക്കി. ഒരു ഫ്രണ്ട് പ്രദക്ഷിണ വഴിയിലൂടെ കടന്നു പോകണ കണ്ടു. അയാളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ദേവന്റെ ജിജ്ഞാസ അവിടെ അവസാനിച്ചു. പക്ഷേ ജാനകി വിട്ടില്ല. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഗേളോ ബോയിയോ? പിന്നിലെ ഇരുന്നിരുന്ന അവളുടെ ചെവിയിൽ പിടിച്ച് ഹരി തിരുമി. കോളേജിലെ ഒരുതരം ബെടുക്കൂസ് പിള്ളേരുടെ കിന്നാരമൊന്നും എന്റെ അടുത്ത് എടുക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. കിന്നാരമല്ല. ജാനകി മുഖം വീർപ്പിച്ചു. പ്രദക്ഷിണ വഴിയിൽ ഒറ്റ ആണുങ്ങളെ ഞാൻ കണ്ടില്ല. ഒന്ന് രണ്ട് കളർ ചുരിദാറുകൾ നടന്നു പോണുണ്ടായിരുന്നു, അതാ ചോദിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹരിയേട്ടന്റെ തൊട്ട് ജൂനിയറായ ഒരു കുട്ടിയുടെ അനിയത്തി എന്റെ ക്ലാസ്സിലുണ്ട്. ഏട്ടന്റെ കുറെ ബയോഗ്രഫീസ് ഒക്കെ അതുവഴി എന്റെ കയ്യിലും എത്തിയിട്ടുണ്ട്. ഡി, അവൻ വീണ്ടും പിന്നിലേക്ക് കൈനീട്ടി. ജാനകി, ദേവൻ താക്കീതിലൊന്ന് വിളിച്ചതേ ഉള്ളൂ. അവൾ നിശബ്ദയായി. അത്താഴമേശക്കരികിൽ വെച്ച് ഹരി അമ്മയോട് തിരക്കി. നിന്റെ കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് വില്ലാദ്രിനാഥനെ തൊഴാൻ പോകുമ്പോ അവിടെ വെച്ച് വയസ്സായെങ്കിലും നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖമുള്ള ഒരു പിഷാരടിയെ കാണാറില്ലേ അമ്മേ? കാണുമ്പോ അമ്മയുടെ അടുത്ത് എന്തേലും കുശലം ചോദിക്കുകയും ചെയ്യും. എന്തേ ഇപ്പോ അയാളെ കുറിച്ച് ഓർക്കാൻ? അടുത്ത കാലത്ത് പോയപ്പോഴൊന്നും അയാളെ കാണാറേ ഇല്ല. ഇതേപ്പോ തമാശ. അരുന്ധതി ചിരിച്ചു. അയാൾ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. മരിച്ചോ അയാൾ? ഹരി അതിശയം ഭാവിച്ചു. അപ്പോ അയാളുടെ മക്കളാവും ഇല്ലേ അവിടെ കഴകം? മക്കളെന്ന് പറയാൻ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, സുമ. അതിനെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. കോട്ടയത്തോ കൊല്ലത്തോ മറ്റോ ഉള്ള ആളാ. അവിടുത്തെ വസ്തുവിറ്റ പണവുമായി വരാമെന്ന് പറഞ്ഞു പോയതാ. പിന്നെ അങ്ങോട്ട് കടന്നിട്ടേ ഇല്ല. രാമപിഷാരടി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ പണവുമായി അയാൾ ഇങ്ങോട്ട് പോന്നുവെന്നാ അവിടെയുള്ളവർ പറഞ്ഞത്. 10-15 വർഷമായിട്ടുണ്ടാവും. നിങ്ങളുടെ അച്ഛനെ കാണാത്ത സമയത്ത് തന്നെ. അച്ഛന്റെ പ്രായമൊന്നുമില്ല സുമയുടെ ഭർത്താവിന്. കാണാനും സുന്ദരനത്രേ. വസ്തുവിറ്റ പണവുമായി അയാൾ എങ്ങടേലും പോയിട്ടുണ്ടാവും. എവിടെയും വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും. തെക്കരല്ലേ, പറ്റിക്കാനൊന്നും ഒരു മടി ഉണ്ടാവില്ല. പറ്റിക്കലിന് തെക്കനും വടക്കനും ഒന്നും ഇല്ലമ്മേ. ദേവൻ ഇടപെട്ടു. ദുഷ്ടന്മാരും ചതിയന്മാരും ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ട്. വന്നൂലോ ഒക്കാലത്തുമായി. അരുന്ധതി മുഖം ചുളിച്ചു. നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ആരെല്ലാം ക്ഷണിച്ചോ? വിശപ്പായി എന്ന് വെച്ചാ വല്ലതും വാരി തിന്നിട്ട് എണീറ്റ് വിൽക്കോളുക. പിന്നെ ശബ്ദം താഴ്ത്തി പിറുപുറത്തു. എന്റെ ഈശ്വര, ഇങ്ങനൊരെണ്ണം എന്റെ വയറ്റിൽ പൊട്ടി മുളച്ചുവല്ലോ. ഇതിനായിട്ട് ഈ ജന്മം ഒരു പാപവും ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മുജ്ജന്മ പാവാച്ച അതിനൊരു പരിധിയില്ലേ. ഊണ് കഴിക്കാനിരിക്കാതെ ദേവൻ തന്റെ മുറിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഉള്ള മൂടും പോയി. പാത്രത്തിൽ കൈകുടഞ്ഞ് ഹരിയും എഴുന്നേറ്റു. മൂട് പോയോ? അരുന്ധതി അതിശയിച്ചു. അതിന് എന്റെ കുട്ടിയെ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ട കറികൾ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാസങ്ങൾ കൂടുമ്പോഴേ ഒന്ന് വരൂ. എന്നിട്ട് ഇരുണ്ട് വെളുക്കുമ്പോൾ തന്നെ മടങ്ങുകയും ചെയ്യും. അതിനിടയിൽ ഒരു നേരമെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി വയറു നിറച്ചുണ്ടൂടെ? നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരിയും അവിയലും ചേനയുപ്പേരിയും എല്ലാം ഉണ്ടല്ലോ കുട്ടി. നീ കൂടി അമ്മയെ സങ്കടപ്പെടുത്തണോ? കണ്ണുകൾ നനയാതെ തന്നെ അവൾ സാരി തുമ്പുകൊണ്ട് തുടച്ചു. കസേരയിൽ നിന്ന് ഉയർന്ന ഹരി മെല്ലെ അവിടേക്ക് തന്നെ അമർന്നു. പിന്നെ കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല അരുന്ധതിയും. അമ്മയുടെ കറികൾ കൂട്ടി ഹരി ഊണ് കഴിച്ചുവെന്ന് വരുത്തി എഴുന്നേറ്റു. വാഷ് ബേസിനരികിലെത്തി. അവൻ കയ്യും വായും കഴുകിയപ്പോഴേക്കും തുടയ്ക്കാനുള്ള തോർത്തുമായി അരുന്ധതി ഓടി വന്നു. ആ രാമപിഷാരുടെ മകളുടെ പേരെന്താ അമ്മ പറഞ്ഞത്? ഹരിക്ക് വീണ്ടും മൂട് വന്നു. സുമ. എന്തേ മോൻ ചോദിച്ചത്? ആ പിഷാരടിയുടെ മുഖച്ചായയിൽ ഒരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടു, അതാ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ഥിതിക്ക് അവർ തനിച്ചാണോ താമസം? തനിച്ചൊന്നുമല്ല, ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. എന്താ അതിന്റെ പേര്? ആർക്കറിയാം. അതുങ്ങളെയൊന്നും അടുത്ത കാലത്തായി ഞാൻ കാണാറേ ഇല്ല. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോണെന്നേ അറിയൂ. ഭക്ഷിക്കാൻ അമ്പലത്തിൽ നിന്ന് ഉണക്കല്ലരിപ്പട ഉണ്ടാവുമല്ലോ. മുളക് പൊടിച്ച് ഒരല്പം ഉപ്പും തൂവി കഴിച്ചുകൂടെ അത് നിങ്ങൾക്ക്? കഷ്ടപ്പാടുകൾ കേട്ട് ആവശ്യമില്ലാതെ അവറ്റകളോടൊന്നും അലിവ് കാട്ടണ്ട കേട്ടോ ഹരി. സഹായിക്കാൻ മനസ്സുണ്ടെന്നറിഞ്ഞ ഏതു നേരവും കൈനീട്ടിക്കൊണ്ടിരിക്കാൻ മടിയില്ലാത്ത തരവാ അതൊക്കെ.
അമ്മയുടെ വിചാരം നമ്മൾ ഒഴിച്ച് ലോകത്തുള്ളവരെല്ലാം അഭിമാനമില്ലാത്തവരാണെന്നാ. അടുക്കളയുടെ വാതിൽ നിന്ന് ജാനകി ആക്ഷേപിച്ചു. 500 1000 ഒക്കെ ആ പാവം പിഷാരടി കടം വാങ്ങിയതിന് അമ്മ കൊള്ളപ്പലിശ ഈടാക്കിയിട്ടില്ലേ? ആ കൊള്ളലാഭത്തിന്റെ ഒരു അംശം അതുങ്ങൾക്ക് കൊടുത്തു എന്ന് വെച്ച് ദോഷമൊന്നും വരില്ല കേട്ടോ. കത്തുന്ന മിഴികളോടെ അരുന്ധതി മകളുടെ നേർക്ക് തിരിഞ്ഞു. കണ്ണുരുട്ടി എന്നെ ദഹിപ്പിക്കണ്ട. ജാനകി പതറിയില്ല. ഞാൻ നേരിട്ടറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇത്. ഈ ദേശക്കാർ പറഞ്ഞു കേൾക്കുന്നതാ. പലിശയ്ക്ക് പണം കടം വാങ്ങാൻ വരണവരോട് അമ്മയും പറയണത് കേട്ടിട്ടുണ്ട്. ആ പിഷാരടി തന്ന പലിശയുടെ കണക്ക്. ആ സാധു മണ്ണിലടിയിലായിട്ട് തന്നെ 8-10 വർഷമായി. അതുങ്ങളെ കുറിച്ച് പറയുമ്പോ നാവിലെങ്കിലും അല്പം ദയ വരുത്തിക്കൂടെ? അമ്മയെ വിമർശിക്കാനൊന്നും നീ ആളല്ല കേട്ടോ. അനിയത്തിയുടെ നേർക്ക് ഹരി കൈ ചൂണ്ടി. അമ്മ കൊള്ളപ്പലിശ വാങ്ങിയത് കൊണ്ടാ നീയൊക്കെ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത്. 10 ചുരിദാർ അലക്കിത്തേച്ച് അലമാരയില്, അത്രയും തന്നെ മുഷിഞ്ഞത് പുറത്ത് അശയില്, പിന്നെ തരാതരത്തിന് ദാവണിയും പട്ടുപാവാടയും മിടിയും പുതിയ ട്രെൻഡിലിറങ്ങുന്ന ഫാഷൻ കുപ്പായങ്ങളും. സ്വർണത്തിന് വില കുറഞ്ഞപ്പോ അമ്മ 10ഉം 15ഉം പവന്റെ ആഭരണങ്ങൾ വാങ്ങി ബാങ്ക് ലോക്കറിൽ വെക്കും. ഇതൊന്നും ചാവുമ്പോ അമ്മയ്ക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, മാന്യമായി നിന്നെ ആരുടെങ്കിലും കൂടെ പറഞ്ഞു വിടാനാ. അതൊക്കെ മനസ്സിലാക്കാൻ നന്ദി വേണം. ജാനകിക്ക് ഉത്തരം മുട്ടി. ഉടൻ അരുന്ധതി സങ്കടം അഭിനയിച്ചു. അവരെയൊന്നും ഒന്നും പറയണ്ട കുട്ടി. മൂത്ത ഏട്ടനും അനിയത്തിയും അമ്മയുടെ ശത്രുക്കളാ. നീ ഇവിടെ ഇല്ലാത്തപ്പോ ഉമിത്തി ഇട്ട് നീറ്റ രണ്ടാളും. അവർക്ക് വലുത് മരിച്ചുപോയ അച്ഛനാ. അച്ഛനെ ആരേലും വെറുതെ കൊന്ന് ചാക്കിൽ കെട്ടിയതാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഹരി പറഞ്ഞു. പണം മോഷ്ടിക്കാൻ ആക്രമിച്ചാവുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛൻ എന്തോ വഴിതെറ്റിയ ബന്ധം ഉണ്ടായിരുന്നു എന്നാ എന്റെ സംശയം. ശമ്പളം അമ്മയെ ഏൽപ്പിക്കാതെ കൊണ്ടുപോയി ചെലവിട്ടിരുന്നത് അങ്ങനെ എവിടെയോ ആവാം. ആ ബന്ധം തന്നെ അച്ഛന്റെ ജീവൻ കളഞ്ഞത്. അടുത്ത മുറിയിലിരുന്ന് അത് കേട്ട ദേവൻ സഹി കെട്ട് വീണ്ടും വാതിൽക്കലെത്തി. ശ്രാദ്ധത്തിന് അച്ഛന്റെ ബലിയിടാത്തതിൽ ഒരു പരിഭവവും ഇല്ല. പക്ഷേ ആ ആത്മാവിനെയെങ്കിലും ദുഷിക്കാതിരിക്കുക. ഹരി അത് കേട്ട് പരിഹാസത്തിൽ ചെറി കൂട്ടി. നോക്ക്, അരുന്ധതി മൂത്ത മകനെ നോക്കി. ഇത് ഞാൻ വില കൊടുത്ത വീടാ. ഹരി എന്റെ അഭിമാനം കാക്കുന്ന മകനുമാ. അവന് തോന്നുന്നതെല്ലാം അവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു എന്നിരിക്കും. അത് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകാം. ഒരു വിരോധവും ഇല്ല. അമ്മയുടെ ആ അട്ടഹാസമൊന്നും ദേവന് പുത്തരിയായിരുന്നില്ല. അവനൊന്ന് പുഞ്ചിരിച്ചിട്ട് തിരികെ റൂമിലേക്ക് കയറിപ്പോയി. ഊണ് കഴിഞ്ഞ് മുകളിലെ കിടക്കറയിലേക്ക് പോയ ഹരിക്ക് കാച്ചിക്കുറുക്കി പഞ്ചസാര ഇട്ട പാലുമായി അമ്മ എത്തി.